ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന് കേട്ടിട്ടുണ്ടോ? ലോകം മുഴുവനുള്ള എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും എല്ലാ സഭകളും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവ്. ഈശോയുടെ അവസാന സമയങ്ങളിൽ ഈശോ നമ്മളെ ഒരുപാട് പ്രാവശ്യം തിരുവചനങ്ങൾ, യോഹന്നാൻ്റെ തിരുവചന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട്. പരിശുദ്ധാത്മാവ് വരും നിങ്ങളെ സഹായിക്കും എന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ എ സ്ട്രോങ് വെപ്പൺ, ഒരു വജ്ര ആയുധമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ പല സാഹചര്യങ്ങളിലും നമ്മുടെ പല കാര്യങ്ങളും നയിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. ചില ആളുകൾ പല പ്രതികൂലങ്ങളിൽ പെട്ടിട്ടും, ചില മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ പെട്ടിട്ടും, ചില പാപ സാഹചര്യങ്ങളിൽ പെട്ടിട്ടും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കുറഞ്ഞു കാണും. എങ്കിലും ഈ അഗ്നിയെല്ലാം കത്തി തീർന്നാലും ചാരമായാലും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കണൽ കിടക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഏത് സാഹചര്യത്തിലും മോശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചെറിയൊരു അംശം കിടക്കുന്നുണ്ടാവും. ഇതിങ്ങനെ ഊതിയാണുണ്ടല്ലോ, ഇതിങ്ങനെ വീർത്തങ്ങ് വരും, ഇതിങ്ങനെ ജ്വാലയായി വരും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. കാര്യം എന്താ വെച്ചാൽ അത് അത്രത്തോളം പവർഫുള്ളാണ്. നിങ്ങൾ വിചാരിച്ച ഒരു ലെവലല്ല. നിങ്ങൾക്ക് വേണം ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായിരിക്കും. വഴികളെയൊക്കെ അവൻ വെട്ടി തുറന്ന് നടത്തരും. എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. പ്രതികൂല സാഹചര്യത്തിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവാണ് എന്നെ പലപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളിലും മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവായി പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക തരം അനുഭവം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുക, ഇത് കേൾക്കുന്ന വ്യക്തികളുടെ മേൽ ആരും ആയിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച്, ഒരു അനുഭവം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അനുഭവം നിങ്ങളുള്ളിൽ ഫീൽ ചെയ്യും. ആത്മാവിൽ നിങ്ങൾക്ക് നയിക്കാൻ നിങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും. ആമേൻ.